ഇരുമുടിക്കെട്ടുമായി മല കയറുന്ന ഓരോ ഭക്തനും തന്റെ സർവസ്വവും സമർപ്പിക്കുന്നത് ആ മണികണ്ഠന്റെ പാതാരവിന്ദങ്ങളിലാണ്. എന്നാൽ ഭക്തർ സമർപ്പിച്ച തങ്കവും പവിത്രമായ വിഗ്രഹങ്ങളും പോലും സുരക്ഷിതമല്ലാത്തൊരിടമായി ശബരിമല മാറിക്കഴിഞ്ഞു. അറ്റകുറ്റപ്പണിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സന്നിധാനത്ത് നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന വാർത്തകൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ തീക്കനൽ കോരിയിടുന്നതാണ്. ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് അധികാരത്തിന്റെ തണലിൽ നടന്ന ആസൂത്രിതമായ ഒരു പകൽ കൊള്ളയാണെന്ന ആരോപണം ശക്തമാവുകയാണ്. 2019 ദുരൂഹമായ അറ്റകുറ്റപ്പണികൾ, ശബരിമലയിലെ ആചാര സംരക്ഷണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ട ഭരണകൂടം, അറ്റകുറ്റപ്പണികളുടെ പേരിൽ നടത്തിയ നീക്കങ്ങൾ തുടക്കം മുതലേ സംശയത്തിന്റെ നിഴലിലായിരുന്നു. സായുധ പോലീസിന്റെയും CCTV ക്യാമറകളുടെയും നിരീക്ഷണത്തിലുള്ള അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും ടൺ കണക്കിന് ഭാരമുള്ള താഴിക കുടങ്ങൾ ഇളക്കി മാറ്റിയതും അവ പമ്പ വരെ എത്തിച്ചതും ഉന്നതതലത്തിലുള്ള അനുമതിയില്ലാതെ സാധ്യമല്ല. അപ്രത്യക്ഷമായ മല്യ സ്വർണം 98 വിജയമല്ലി സമർപ്പിച്ച 100 കിലോയോളം വരുന്ന സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നതും ചോദ്യമാണ്. ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും ആലേഖനം ചെയ്ത ഈ പവിത്രമായ ശില്പങ്ങൾ മിനുക്കാൻ എന്ന പേരിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അയച്ചു. എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ലാബുകളെ ഒഴിവാക്കി തമിഴ്നാട്ടിലെ സ്വകാര്യ ലാബിനെ തിരഞ്ഞെടുത്തത്? ഈ പാളികൾ രാസമിശ്രിതം ഉപയോഗിച്ച് ഉരുക്കി കട്ടകളാക്കി മാറ്റിയെന്നും അതിൽ വലിയൊരു ഭാഗം ചോർത്തപ്പെട്ടു എന്നുമാണ് ഭക്തർ ഭയപ്പെടുന്നത്. 2 കിലോ സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് SIT സമ്മതിക്കുമ്പോൾ യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ മടങ്ങ് വലുതാണ്. രേഖകൾ നശിപ്പിക്കപ്പെടുന്നു. അതായത് ഏതൊരു ക്ഷേത്രത്തിന്റെയും സുതാര്യത ഉറപ്പാക്കുന്നത് തിരുവാഭരണം രജിസ്റ്ററാണ്. എന്നാൽ ശബരിമലയിലെ ഈ നിർണായക രേഖ നശിപ്പിക്കപ്പെട്ടു എന്നത് കൊള്ളയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. പഴയ കണക്കുകൾ ഇല്ലാതാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നത് അസാധ്യമാക്കുകയാണ്. ഇത് കൊള്ളക്കാർക്ക് സർക്കാർ നൽകുന്ന സുരക്ഷാ കവചമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ ദേവസ്വം മന്ത്രിയുടെ ദുരൂഹത നിറഞ്ഞ വിദേശ യാത്രകളെക്കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോ ഉന്നയിച്ച ചോദ്യങ്ങൾ ഗൗരവകരമാണ്. ഈ യാത്രകളും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സന്നിധാനത്തെ സ്വർണം ഒരുക്കി ബിസ്ക്കറ്റുകളാക്കി മാറ്റി വിദേശത്തേക്ക് കടത്താൻ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കേസിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്നും CBI അന്വേഷണം അനിവാര്യമാണെന്നും IB ശുപാർശ ചെയ്യുമ്പോഴും അതിനെ നഖശിഖാന്തം എതിർക്കുന്ന സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമാണ്. സ്വന്തം പോലീസിനെ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനാണോ ഭരണകൂടം ശ്രമിക്കുന്നത്? എന്താണ് അതിൽ സംശയം? അല്ലെ, അന്വേഷണത്തെ പോലും തടയുന്നത് ആര് സംരക്ഷിക്കാനായിരിക്കും? അപ്പോൾ ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത് ആരാണെന്ന ഏകദേശം ഉത്തരം ഇപ്പോൾ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ ലാത്തി കൊണ്ട് അടിച്ചമർത്താൻ കാണിച്ച ആവേശം എന്തുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളന്മാരെ പിടിക്കാനായി കാണിക്കുന്നില്ല? ശബരിമലയിലെ തങ്കക്കൊള്ളയുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ നിഷ്പക്ഷമായ ഒരു കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷണം ഏറ്റെടുക്കണം. അയ്യപ്പന്റെ തിരുമുറ്റത്ത് നടന്ന ഈ മഹാപാതകത്തിന് കാലം കാത്തുവച്ചിരിക്കുന്ന നീതിയുടെ വിധി ഉണ്ടാവുക തന്നെ ചെയ്യും.